Good morning, my dear students. We can go to the next session of fundamentals of investment, and we have discussed how we can calculate various types of yield relating to bond. And we have studied that there are mainly three important types of yield. They are current yield, yield to maturity, and yield to call. And we have studied how this yield to maturity and the yield to call can be calculated by using trial and error method. And what is the formula for finding out these two type of yields? The formula is the same for calculating yield to maturity and yield to call. The same formula is used, but the maturity value, we will take different values in these two types of yield, that is yield to maturity and yield to call. And current yield is significantly different from yield to maturity and yield to call, and you have also studied the formula for finding out current yield also. And you have also studied what are the various types of bond risk, the risks associated with the bond, like inflation risk, interest rate risk, and you have studied 7 types of risk there. And in this class we are going to study about the calculation of value of risk, how we can value or how we can find out the value of bond. ബോണ്ടിൻ്റെ വാല്യൂ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം എന്നുള്ളതാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഇവിടെ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഈൽഡാണ് കാൽക്കുലേറ്റ് ചെയ്തത്. ഈൽഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിട്ടേൺസ് ആണ് കാൽക്കുലേറ്റ് ചെയ്തത്. കുറച്ച് ഒരു കോംപ്ലിക്കേഷൻ ഉള്ള ഫോർമുലയും അതോടൊപ്പം തന്നെ അതിൻ്റെ പ്രോസസ്സും കുറച്ച് കോംപ്ലിക്കേഷൻ ഉണ്ടായിരുന്നു. അത് എങ്ങനെയാണ് ട്രയൽ ആൻഡ് എറർ മെത്തേഡിലൂടെ എങ്ങനെയാണ് അതിൻ്റെ കറക്റ്റ് ഫിഗറിലേക്ക് എത്തിക്കാനായിട്ട് സാധിക്കുക, എങ്ങനെയാണ് അതിൻ്റെ ഫൈനൽ ഫോർമുല നമുക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കുക എന്നുള്ളതൊക്കെ നമ്മൾ കണ്ടതാണ്. ഇനി നമുക്ക് എങ്ങനെയാണ് വാല്യൂ കണ്ടുപിടിക്കാനായിട്ട് സാധിക്കുക, ബോണ്ടിൻ്റെ വാല്യൂ, കൃത്യമായിട്ടുള്ള വാല്യൂ മീൻസ് അതിൻ്റെ ഇൻട്രിൻസിക് വാല്യൂ നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കുക എന്നുള്ളതാണ് നമ്മൾ ഈ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് വെച്ചിരുന്നു, അത് കംപ്ലീറ്റ് ആയിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഞാൻ വീണ്ടും ഈ ക്ലാസ്സിലത് റീസ്റ്റാർട്ട് ചെയ്യുകയാണ്. ആൻഡ് ബോണ്ടിൻ്റെ വാല്യുവേഷൻ ഞാൻ ഹെഡിങ് എഴുതിയിട്ടുണ്ട്. ദാറ്റ് ഈസ് പ്രോസസ് ഓഫ് ഡിറ്റർമിനേഷൻ ഓഫ് the value of a bond. It can be done under 2 situations. 2 situations ആണ് ഇവിടെ മെയിനായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. The first one is when the interest is paid annually, and second one is when the interest is paid semi-annually. So these are the 2 important situations under which the value of bond will be calculated. ഈ 2 സിറ്റുവേഷനിലും നമുക്ക് എങ്ങനെയാണ് കാൽക്കുലേഷൻ പോകുക എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, അറിയേണ്ടതായിട്ട് വരും. സോ അതുകൊണ്ടാണ് ഈ 2 സിറ്റുവേഷൻസ് ഇവിടെ എഴുതിയിരിക്കുന്നത്. അതിൽ മെയിനായിട്ട് ഇൻട്രസ്റ്റിൻ്റെ എങ്ങനെയാണ് നമ്മൾ ഇൻട്രസ്റ്റ് കൊടുക്കുന്നത്, അതിൻ്റെ ആ മെത്തേഡിനനുസരിച്ചിട്ടാണ് നമ്മളിതിൻ്റെ വാല്യൂ കാൽക്കുലേഷനിൽ വ്യത്യാസം വരിക എന്നുള്ളതാണ്. അതിൽ ഇൻട്രസ്റ്റിൻ്റെ ചില കമ്പനികൾ ബോണ്ടിൻ്റെ ഇൻട്രസ്റ്റ് മിക്കവാറും എല്ലാ കമ്പനീസും ആനുവലി തന്നെയാണ് കൊടുക്കുക. ആനുവലി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പ്രോബ്ലത്തിൽ പ്രത്യേകിച്ച് പറഞ്ഞിട്ടുണ്ടാവും, പെർ ആനം, ഇയേർലി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ആനുവലി കൊടുക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. അതേസമയം ചില കമ്പനീസ് സെമി ആനുവലി, അതായത് 6 months കൂടുമ്പോൾ എന്ത് കൊടുക്കാറുണ്ട്, ഇൻട്രസ്റ്റ് കൊടുക്കാറുണ്ട്. അപ്പം അങ്ങനെ 2 ഇതുകളും സിറ്റുവേഷൻസും കൺസിഡർ ചെയ്യുമ്പോൾ ഫോർമുല സെയിം തന്നെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. പക്ഷേ രണ്ടാമത്തെ ആ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ സെമി ആനുവൽ പേയ്മെൻറ്റ് നടക്കുന്ന സമയത്ത് കുറച്ച് കാര്യങ്ങൾ, കുറച്ച് ബേസിക് ആയിട്ടുള്ള സ്റ്റെപ്സ് ചെയ്തതിന് ശേഷം മാത്രമേ നമ്മൾ എവിടേക്ക് കടക്കാനായിട്ട് പാടുള്ളൂ, ഫോർമുലയിലേക്ക് കടക്കാനായിട്ട് പാടുള്ളൂ. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. ഫോർമുല സെയിം ഫോർമുല തന്നെ നിങ്ങൾ പഠിച്ചാൽ മതി. ഇനി മനസ്സിലാക്കി വെക്കേണ്ട വേറൊരു വസ്തുത എന്ന് പറയുന്നത്, ഈ ഒരു ഫോർമുലയ്ക്ക് ലെഫ്റ്റ് ഹാൻഡ് സൈഡും ലൈക്ക് വൈസ് റൈറ്റ് ഹാൻഡ് സൈഡും ഇല്ല. ഇറ്റ് ഹാസ് ഓൺലി വൺ സൈഡ്. ഇറ്റ്സ് നോട്ട് എൻ ഇക്വേഷൻ ഒന്നുമല്ല എന്നുള്ളത് മനസ്സിലാക്കണം. നമ്മൾ പ്രത്യേകിച്ചും yield to maturity, yield to call കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് ആ ഒരു ട്രയൽ ആൻഡ് എറർ മെത്തേഡ് പരീക്ഷിക്കേണ്ടി വന്നത് വേറൊന്നും കൊണ്ടല്ല, നമുക്ക് ലെഫ്റ്റ് ഹാൻഡ് സൈഡിനെ റൈറ്റ് ഹാൻഡ് സൈഡിനോട് അതിനെ എന്താ പറയുക ഈക്വലായിട്ട് കൊണ്ടുവരേണ്ട ഒരു ആവശ്യകത അവിടെ ഉണ്ടായിരുന്നത് കൊണ്ടാണ് ട്രയൽ ആൻഡ് എറർ നമുക്ക് എന്ത് ചെയ്യേണ്ടി വന്നത്, പരീക്ഷിക്കേണ്ടി വന്നത്. അതേസമയം ഈ ഒരു
ഒരു വാല്യൂ ഓഫ് ബോണ്ട് കണ്ടുപിടിക്കാൻ, ബോണ്ടിൻ്റെ യഥാർത്ഥ വില എത്രയാണ് എന്ന് മനസ്സിലാക്കാനായിട്ട് അവിടെ ലെഫ്റ്റ് ഹാൻഡ് സൈഡും റൈറ്റ് ഹാൻഡ് സൈഡും നമ്മൾ എന്ത് ചെയ്യുന്നില്ല, യൂസ് ചെയ്യുന്നില്ല. ഇക്വേഷനിലല്ല നമ്മൾ ഈ ഒരു ഫോർമുല നമ്മൾ വർക്കൗട്ട് ചെയ്യുന്നത്. അതിനൊരു സൈഡ് മാത്രമേ ഉള്ളൂ. അതിൽ ഫോർമുല ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. സെയിം ഫോർമുല തന്നെയാണ്. ഈൽഡ് ടു മെച്യൂരിറ്റി കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഫോർമുലയുടെ റൈറ്റ് ഹാൻഡ് സൈഡ്, ആ റൈറ്റ് ഹാൻഡ് സൈഡ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ വാല്യൂ ഓഫ് ബോണ്ട് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഫോർമുലയായി എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുക. എൻ്റെ ചില ആൽഫബറ്റ്സിൽ മാത്രമേ കുറച്ച് വ്യത്യാസങ്ങൾ വരുന്നുള്ളൂ. ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന ഫോർമുല നിങ്ങൾ അത് വ്യത്യാസത്തോടു കൂടി നിങ്ങളോട് പറയാൻ കാരണം നിങ്ങൾ ചിലപ്പോൾ ടെക്സ്റ്റ് ബുക്കിലേക്ക് നോക്കുമ്പോൾ അവിടെ വേറെ ആൽഫബറ്റ്സ് ആണ് കിടക്കണം. അപ്പോൾ എന്താണോ അങ്ങനെ സംഭവിച്ചത് എന്നുള്ളൊരു കൺഫ്യൂഷൻ നിങ്ങൾക്ക് തോന്നരുത് എന്നുള്ളത് കൊണ്ട് മാത്രമാണ് ആ സെയിം ഇത് മാത്രം എന്ത് ചെയ്യുന്നത്, യൂസ് ചെയ്യുന്നത് നമ്മൾ കൊണ്ടുവരും. നേരത്തെ ഈൽഡ് ടു മെച്യൂരിറ്റിയിൽ നമ്മൾ C ഡിവൈഡഡ് ബൈ C സ്റ്റാൻഡ്സ് ഫോർ ആനുവൽ ഇൻട്രസ്റ്റ് എന്ന് നമ്മൾ പറഞ്ഞിരുന്നു. പക്ഷേ ഇവിടെ അതിന് പകരം നമ്മൾ ഇൻട്രസ്റ്റിൻ്റെ ഫസ്റ്റ് ലെറ്റർ ആയിട്ടുള്ള I തന്നെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഫോർമുല ഈസ് ലൈക്ക് ദറ്റ് ഈസ് PV ഈസ് ഈക്വൽ ടു, PV സ്റ്റാൻഡ്സ് ഫോർ പ്രസൻറ്റ് വാല്യൂ, പ്രസൻറ്റ് വാല്യൂ ഓഫ് ബോണ്ട്. PV ഈസ് ഈക്വൽ ടു, ഇവിടെ ഞാൻ ആ ഒരു ഇത് എഴുതിയിട്ടില്ല എന്നാണ്, ദറ്റ് ഈസ് പ്രസൻറ്റ് വാല്യൂ. പ്രസൻറ്റ് വാല്യൂ നമുക്കറിയില്ല. ഈ പ്രസൻറ്റ് വാല്യൂ ആണ് നമ്മൾ എന്ത് ചെയ്യാൻ പോണത്, കണ്ടുപിടിക്കാൻ പോകുന്നത്. ഇക്വേഷൻ അല്ലാന്ന് ഇക്വേറ്റ് ചെയ്യേണ്ട യാതൊരു ആവശ്യകതയും ഇവിടെ ഇല്ല. അത് നന്നായിട്ട് മനസ്സിലാക്കി വയ്ക്കുക. സോ PV ഈസ് ഈക്വൽ ടു I ഡിവൈഡഡ് ബൈ 1 + KD റേസ് ടു 1. ഫസ്റ്റ് ഇയറിൽ നമ്മൾ അതിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാൻ വേണ്ടി, അതിൻ്റെ പ്രസൻറ്റ് വാല്യൂ കണ്ടുപിടിക്കാൻ വേണ്ടി ഐനെ എന്ത് ചെയ്യണു, ഇൻട്രസ്റ്റിന്, I സ്റ്റാൻഡ്സ് ഫോർ ഇൻട്രസ്റ്റ്. I1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് ഇയറിലെ ഇൻട്രസ്റ്റ്, I2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെക്കൻഡ് ഇയറിലെ ഇൻട്രസ്റ്റ്, I3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തേർഡ് ഇയറിലെ ഇൻട്രസ്റ്റ്. അങ്ങനെ എത്ര നാൾ വരെയാണോ മെച്യൂരിറ്റി ഇയേഴ്സ് എത്ര വരെയാണോ അതുവരെ നമ്മൾ എന്ത് ചെയ്യും, പോവും. ആൻഡ് അറ്റ് ലാസ്റ്റ് വി ഷുഡ് ഓൾസോ ഫൈൻഡ് ഔട്ട് ദ പ്രസൻറ്റ് വാല്യൂ ഓഫ് അവർ മെച്യൂരിറ്റി പ്രൈസ്. മെച്യൂരിറ്റി പ്രൈസിൻ്റെ വാല്യൂവും കൂടി അതിൻ്റെ പ്രസൻറ്റ് വാല്യൂവും കൂടി നമ്മൾ എന്ത് ചെയ്യേണ്ടതുണ്ട്, കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് ഉണ്ട്. സോ ഇതാണ് നമ്മൾ യൂസ് ചെയ്യുന്ന ഫോർമുല. നമ്മൾ ഈൽഡ് ടു മെച്യൂരിറ്റിയും ഈൽഡ് ടു കോളും പഠിച്ച പോലെ തന്നെ ഈ വലിയ ഫോർമുലേനെ നമുക്ക് എന്താക്കി മാറ്റാം, ഈ ഫോർമുലേനെ നമുക്ക് എളുപ്പത്തിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അതിൻ്റെ ഒരു ചെറിയൊരു ഒരു ഫോർമുല നമ്മൾ കണ്ടുപിടിച്ചത്. കണ്ടുപിടിച്ച ഫോർമുല എന്താ, interest should be multiplied with the present value according to the present value table received annually എന്ന് പറഞ്ഞിട്ടൊരു ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തന്നിട്ടുണ്ടായിരുന്നു. ആ ടേബിൾ ഏതാണെന്നുള്ളത്, അതിൻ്റെ പ്രസൻറ്റ് വാല്യൂ ഉണ്ട്, അതിൻ്റെ ഡിസ്കൗണ്ടിങ് ഫാക്ടർ കൊണ്ട് എന്ത് ചെയ്യുക, മൾട്ടിപ്ലൈ ചെയ്യുക. പ്രസൻറ്റ് വാല്യൂ ഓഫ് ₹1 received annually. പിന്നെ ഇതിൻ്റെ കൂടെ എന്തും കൂടെ കൂട്ടണം, ഇൻട്രസ്റ്റിൻ്റെ പ്രസൻറ്റ് വാല്യൂ കണ്ടുപിടിച്ചാൽ പോരാ. ഇറ്റ് ഷുഡ് ബി ആഡഡ് വിത്ത് മെച്യൂരിറ്റി വാല്യൂ ഇൻറ്റു പ്രസൻറ്റ് വാല്യൂ ഓഫ് ₹1 ആസ് പെർ ആനുവിറ്റി. ഓക്കെ, ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം, ചെറുതാക്കാം. ഇങ്ങനെ ചെയ്യുന്നതാണ് നമുക്ക് എളുപ്പം. ഇതാണ് അതിൻ്റെ യഥാർത്ഥത്തിലുള്ള ഫോർമുല. എങ്കിലും അതിനെ നമ്മൾ ചെറുതാക്കിയിട്ട് നമ്മൾ എങ്ങനെ ചെയ്യാണ്, ഈ ഒരു ഫോർമാറ്റിലേക്കാക്കി മാറ്റുകയാണ്. ഇൻട്രസ്റ്റിനെ അതിൻ്റെ പ്രസൻറ്റ് വാല്യൂ കൊണ്ടും പ്രസൻറ്റ് വാല്യൂ കണ്ടുപിടിക്കാനുള്ള ഡിസ്കൗണ്ടിങ് ഫാക്ടർ കൊണ്ടും മെച്യൂരിറ്റി വാല്യൂവിനെ അതിൻ്റെ പ്രസൻറ്റ് വാല്യൂ കണ്ടുപിടിക്കാനുള്ള ഡിസ്കൗണ്ടിങ് ഫാക്ടർ കൊണ്ടും നമ്മൾ എന്ത് ചെയ്യാണ്, മൾട്ടിപ്ലൈ ചെയ്യുകയാണ്. അങ്ങനെ മൾട്ടിപ്ലൈ ചെയ്ത് രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്രയാണ് ബോണ്ടിൻ്റെ പ്രസൻറ്റ് വാല്യൂ എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യും, മനസ്സിലാവും. സോ അങ്ങനെ മനസ്സിലാക്കിയിട്ട് എന്തിനാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എന്തിനാണെന്ന് വെച്ചാൽ ഇൻവെസ്റ്റർക്ക് ആഡിക്വേറ്റ് ആയിട്ടുള്ള ഡിസിഷൻസ് എടുക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ നമ്മൾ പ്രസൻറ്റ് വാല്യൂ എന്ത് ചെയ്യുന്നത്, കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇൻവെസ്റ്ററെ സംബന്ധിച്ചിടത്തോളം ആ ഒരു പർട്ടിക്കുലർ ബോണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യണമോ അതോ വേണ്ടയോ, എന്താണ് അതിനോടനുബന്ധിച്ചിട്ടുള്ള എടുക്കേണ്ട പ്രധാനപ്പെട്ട ഡിസിഷൻസ് എന്തൊക്കെയാണ് എന്നറിയാൻ വേണ്ടിയിട്ടാണ് പ്രധാനമായും നമ്മളത് ചെയ്യുന്നത്. അപ്പോൾ ഫോർമുല നിങ്ങളെ പരിചയപ്പെടുത്തി അതെങ്ങനെയാണ് ചെറുതാക്കുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായി. സോ യു ക്യാൻ വർക്ക് ഔട്ട് എ പ്രോബ്ലം ആൻഡ് in page number 97 there is a problem, illustration number 6.
ഇല്ലസ്ട്രേഷൻ നമ്പർ 6 അവിടെയുണ്ട്. അതാണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. പ്രോബ്ലം ഞാൻ വായിക്കാം. നവരത്ന ലിമിറ്റഡ് ഇഷ്യൂഡ് ഡിബഞ്ചേഴ്സ് വിത്ത് എ ഫേസ് വാല്യൂ ഓഫ് 1000 rupees and the maturity period is 5 years. The rate of interest payable by the company on the debenture is 10% per annum. Okay, the appropriate capitalization rate is 8%. Calculate the present value of debentures. So these are the informations provided to us, and the company's name is Navaratna Limited, and it has issued shares with a face value of 1000 rupees. Face value is 1000 rupees. So just ഇതൊക്കെ ഒന്ന് ഞാൻ മാച്ച് കളയാണ്. ഫോർമുലയൊക്കെ നിങ്ങൾ എഴുതിയെടുത്തു എന്ന് വിചാരിക്കുന്നു. സോ നവരത്ന ലിമിറ്റഡിൻ്റെ ഇൻഫർമേഷൻസ് ആണ് നമ്മൾ നോക്കുന്നത്. അതിൻ്റെ ഫേസ് വാല്യൂ എത്രയാണെന്ന് തന്നിട്ടുണ്ട്. ഫേസ് വാല്യൂ ഇസ് ഈക്വൽ ടു 1000 rupees. ഓക്കെ, ആൻഡ് പിന്നീട് അവിടെ പറഞ്ഞിട്ടുള്ളത് the rate of interest is payable by the company on the debenture is 10% per annum. It's very important. ആ per annum എന്നുള്ള ഒരു വേർഡ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നേരത്തെ നമ്മൾ പറഞ്ഞു, നമ്മൾ രണ്ട് സിറ്റുവേഷനാണ് ഇവിടെ അനലൈസ് ചെയ്യുന്നത്. ബിക്കോസ് when interest is paid annually and when interest is paid semi annually. അപ്പോൾ ഈ രണ്ട് സിറ്റുവേഷനിലും നമ്മൾ ഡിഫറെൻ്റ് ആയിട്ടുള്ള അസംഷൻസ് ആണ് നമ്മൾ നടത്തുന്നത്. അതുകൊണ്ട് തന്നെ ഒന്നാമത്തതിനേക്കാളും ഡിഫറെൻ്റ് ആണ് രണ്ടാമത്തത്. അതുകൊണ്ട് ഈ പ്രോബ്ലത്തിൽ തന്നിരിക്കുന്ന ആ ഒരു പെർ ആനാണോ അതോ 6 months കൂടുമ്പോഴാണോ അത് കൊടുക്കുന്നത് എന്നുള്ളത് യു സ്റ്റുഡൻസ് ഷുഡ് കോൺസെൻട്രേറ്റ്, വളരെ നന്നായിട്ടത് ശ്രദ്ധിക്കണം എന്നുള്ളത് ആണ് ഞാൻ പറയുന്നത്. സോ എന്തിനേലും റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് നമുക്ക് തന്നിരിക്കുന്നത് എത്രയാണ്? 10% ആണ്. സോ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഈസ് 10% and it is paid annually. Okay, per annum means annually, കൊല്ലം തോറും എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം, നിങ്ങൾക്കറിയാം. ആൻഡ് ദി അപ്രോപ്രിയേറ്റ് ക്യാപിറ്റലൈസേഷൻ റേറ്റ് ഈസ് 8%. അപ്രോപ്രിയേറ്റ് ക്യാപിറ്റലൈസേഷൻ റേറ്റ് എന്ന് പറയുന്നത് 8% ആണ്. ഓക്കെ, ആൻഡ് ഇത് ഇവിടെ എന്താണ് ഈ ക്യാപിറ്റലൈസേഷൻ റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, എന്തിനെ നമ്മൾ ഫോർമുലയുടെ ഏത് ഭാഗത്തിനെയാണ് അത് സൂചിപ്പിക്കുന്നത്? ക്യാപിറ്റലൈസേഷൻ റേറ്റ് ഈസ് ഈക്വൽ ടു 8%. 8% ആണോ? The appropriate capitalization rate is 8%. Okay, capitalization rate എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഫോർമുലയിൽ കണ്ടു, 1 that is I divided by I1 divided by 1 plus KD. KD is capitalization rate. അതാണ് capitalization rate. നമ്മൾ yield to maturity കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് അവിടെ 1 plus R എന്ന് പറഞ്ഞിട്ടൊരു R ഒരു ഇത് കണ്ടിരുന്നു, ആൽഫബറ്റ് കണ്ടിരുന്നു. സെയിം ആറിന് തന്നെയാണ് ഇവിടെ ക്യാപിറ്റലൈസേഷൻ റേറ്റ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത് പറയുന്നത്, അല്ലെങ്കിൽ KD എന്നുള്ള ഒരു 2 ആൽഫബറ്റ്സ് യൂസ് ചെയ്തിട്ട് നമ്മൾ പറയുന്നത്. ഓക്കെ, സോ ആ ഒരു അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഏകദേശം ഇൻവെസ്റ്ററെ സംബന്ധിച്ചിടത്തോളം ഒരു അപ് ടു ഒരു എക്സ്പെക്റ്റഡ് എമൗണ്ട് ഓഫ് റിട്ടേൺ നമ്മൾ പ്രതീക്ഷിക്കുന്നത് എത്ര പെർസെൻറ്റേജ് ആണ്? 8% ക്യാപിറ്റലൈസേഷൻ റേറ്റ് ആണ്. അതായത് പ്രസൻറ്റ് വാല്യൂ ടേബിൾ നമ്മൾ നോക്കുന്ന സമയത്ത് എത്ര പെർസെൻറ്റേജാണ് നോക്കേണ്ടത്? 8% ആണ് നോക്കേണ്ടത്. കാര്യം മനസ്സിലായില്ലേ? ഓക്കെ, ദെൻ കാൽക്കുലേറ്റ് ദ പ്രസൻറ്റ് വാല്യൂ ഓഫ് ഡിബഞ്ചേഴ്സ്. നമ്മളോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് ഡിബഞ്ചറിൻ്റെ പ്രസൻറ്റ് വാല്യൂ കണ്ടുപിടിക്കാനാണ് ആവശ്യപ്പെട്ടിട്ടുള്ളത്. സോ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ആദ്യത്തെ വലിയ ഫോർമുലയിലേക്ക് നമുക്ക് പോകേണ്ട ആവശ്യമില്ല. രണ്ടാമത്തെ ചെറിയ ഫോർമുലയിലേക്ക് നമ്മൾ പോയാൽ മതി. വേണ്ട എല്ലാ കാര്യങ്ങളും നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട്? കിട്ടിയിട്ടുണ്ട്. വേണ്ട എല്ലാ ഇൻഫർമേഷൻസും നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഫേസ് വാല്യൂ എത്രയാണെന്ന് നമുക്ക് മനസ്സിലായി, 1000 രൂപയാണ്. റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് നമുക്ക് മനസ്സിലായി 10% സോ വാട്ട് വിൽ ബി ദ ഇൻട്രസ്റ്റ്? I1, I2, I3 എന്ന് പറയുമ്പോൾ അവിടെ ആ സ്ഥാനത്ത് നമ്മൾ എത്രയാണ് എഴുതേണ്ടത്? ഇറ്റ് വിൽ ബി ഈക്വൽ ടു
It is 1000 into 10 by 100. It will be 100 rupees. 100 rupees ആണ് നമുക്ക് എന്തായിട്ട് കിട്ടുക? ഇൻട്രസ്റ്റ് ആയിട്ട്. എല്ലാ കൊല്ലവും അങ്ങനെ തന്നെയാണ്. കോമ്പൗണ്ട് ഇൻട്രസ്റ്റോ അങ്ങനെയൊന്നും അല്ല, സിമ്പിൾ ഇൻട്രസ്റ്റ് ആണ്. എല്ലാ കൊല്ലവും ഒരു നിശ്ചിത എമൗണ്ട് 100 രൂപയാണ്, അതായത് 10% ഫേസ്. ഞാൻ നിങ്ങളോട് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് എപ്പോഴും നമ്മൾ എടുക്കുന്ന വാല്യൂ എന്ന് പറയുന്നത് ഏത് വാല്യൂ ആണ്? ഫേസ് വാല്യൂ ആണ്. ശ്രദ്ധിക്കുക. അപ്പോൾ 1000 ഇൻറ്റു 10/100 എന്ന് പറയുമ്പോൾ 100 രൂപയാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? ഇൻട്രസ്റ്റ് കിട്ടുന്നത്. ഓക്കെ, ഇനി മെച്യൂരിറ്റി വാല്യൂ എത്രയാണ്? നമ്മളോട് പ്രത്യേകിച്ച് മെച്യൂരിറ്റി വാല്യൂ എന്ന് പറയുമ്പോൾ മെച്യൂരിറ്റി ടൈമിൽ, അതായത് 5 കൊല്ലം കഴിയുമ്പോൾ, മെച്യൂരിറ്റി പീരീഡ് 5 വർഷമാണെന്ന് നമുക്ക് തന്നിട്ടുണ്ട്. 5 കൊല്ലം കഴിയുമ്പോൾ എത്ര രൂപയാണ് ഇൻവെസ്റ്റർക്ക് കിട്ടുക, തിരിച്ച് കിട്ടുക എന്നുള്ളത് വ്യക്തമായിട്ട് ഇവിടെ പ്രോബ്ലത്തിൽ പറഞ്ഞിട്ടൊന്നുമില്ല. സോ we have to assume that it will be the face value. അത് എത്രയായിരിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം എന്നല്ല, നമ്മളത് അസ്യൂം ചെയ്യേണ്ടി വരും. It will be 1000 rupees. ഓക്കെ, അപ്പോൾ അത് കിട്ടേണ്ട ഫിഗേഴ്സൊക്കെ നമുക്കിതിലൂടെ എന്ത് ചെയ്ത് കിട്ടിക്കഴിഞ്ഞു. സോ ഇനി നമുക്ക് ചെയ്യേണ്ട പണി ഇത്രയേ ഉള്ളൂ. നമ്മുടെ ഇൻട്രസ്റ്റിനെ എന്ത് ചെയ്യണം? അതിൻ്റെ പ്രസൻറ്റ് വാല്യൂ, ദാറ്റ് ഈസ് ആനുവലി റിസീവ് ചെയ്യുന്ന റുപ്പീസിൻ്റെ പ്രസൻറ്റ് വാല്യൂ ഓഫ് ₹1 കൊണ്ട് നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? മൾട്ടിപ്ലൈ ചെയ്യേണ്ടി വരും. അറ്റ് ദി സെയിം ടൈം 1000 rupees അതിനെയും അതിൻ്റെ ഡിസ്കൗണ്ടിങ് ഫാക്ടർ കൊണ്ട് എങ്ങനെയാണ് നോക്കേണ്ടതെന്ന് ഞാൻ കൃത്യമായിട്ട് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു തന്നു. എങ്ങനെയാണ് നോക്കേണ്ടി വരിക? ഇയേഴ്സ് എത്രയാണ്? 5 years. മെച്യൂരിറ്റി ഇയേഴ്സ് കൃത്യമായിട്ട് ഇവിടെ പറഞ്ഞിട്ടുണ്ട്, 5 years ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇയേഴ്സ് നിങ്ങൾ ടേബിൾ എടുക്കുക. ഇയേഴ്സ് നിങ്ങളുടെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ ഇയേഴ്സ് കൊടുത്തിട്ടുണ്ട്, അതിൽ 5 year എടുക്കുക. ഇനി മുകളിൽ പെർസെൻറ്റേജുകൾ കൊടുത്തിട്ടുണ്ട്. ആ പെർസെൻറ്റേജുകളിൽ എത്ര പെർസെൻറ്റേജാണ് നിങ്ങൾ എടുക്കേണ്ടി വരിക? ഇവിടെ എത്ര പെർസെൻറ്റേജാണ് ക്യാപിറ്റലൈസേഷൻ? അതാണ് വീണ്ടും കുട്ടികൾ തെറ്റിക്കുന്ന ഒരു സംഭവമാണ്. അവിടെ എടുക്കേണ്ടത് ക്യാപിറ്റലൈസേഷൻ റേറ്റ് ആണ്, ഒരിക്കലും ഇൻട്രസ്റ്റ് റേറ്റ് അല്ല. സെൻസർ ഇമ്പോർട്ടൻറ്റ് പോയിൻ്റ്, നന്നായിട്ട് ശ്രദ്ധിക്കുക. നമ്മൾ എടുക്കേണ്ടത്, നമ്മൾ ആനുവിറ്റി ടേബിൾ നോക്കുന്ന സമയത്ത്, പ്രസൻറ്റ് വാല്യൂ ടേബിൾ നോക്കുന്ന സമയത്ത് അവിടെ നമ്മൾ എടുക്കേണ്ട പെർസെൻറ്റേജ് ഒരിക്കലും ഇൻട്രസ്റ്റിൻ്റെ പെർസെൻറ്റേജ് അല്ല. ഇവിടെ ഇൻട്രസ്റ്റിൻ്റെ പെർസെൻറ്റേജ് 10%, ക്യാപിറ്റലൈസേഷൻ റേറ്റ് 8% അല്ലേ? അപ്പോൾ നമ്മളിവിടെ എടുക്കേണ്ട പെർസെൻറ്റേജ് എന്ന് പറയുന്നത് 8%. അതൊരിക്കലും എത്രയല്ല? 10 കുട്ടികൾ പലപ്പോഴും തെറ്റിക്കുന്ന ഒരു സംഭവമാണത്. അതായത് പ്രസൻറ്റ് വാല്യൂ ടേബിൾ നോക്കുന്ന സമയത്ത് 10%ൻ്റെ പ്രസൻറ്റ് വാല്യൂ 10%, 5 വർഷം. അപ്പോൾ അതിനോട് സ്യൂട്ടായിട്ടുള്ള ഡിസ്കൗണ്ടിങ് ഫാക്ടർ എത്രയാണെന്നുള്ളത് അവരെന്ത് ചെയ്യും? നോക്കും. അത് അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അത് കംപ്ലീറ്റ് പ്രോബ്ലം മിസ്റ്റേക്കായിട്ട് വരും. അപ്പോൾ അതൊരിക്കലും അങ്ങനെ ചെയ്യാനായിട്ട് പാടില്ല. കറക്റ്റായിട്ട് നിങ്ങൾ നോക്കുക. ഇവിടെ ക്യാപിറ്റലൈസേഷൻ റേറ്റ് ആണ്, അതായത് പ്രസൻറ്റ് വാല്യൂ കണ്ടുപിടിക്കാനുള്ള ഡിസ്കൗണ്ടിങ് ഫാക്ടർ നമ്മൾ നോക്കുന്നത് എപ്പോഴും ക്യാപിറ്റലൈസേഷൻ റേറ്റിലാണ്, അല്ലെങ്കിൽ നമ്മുടെ ആ റേറ്റ് ഓഫ് റിട്ടേണിലാണ്. അത് നന്നായിട്ട് മനസ്സിലാക്കുക. അപ്പോൾ ഇവിടെ തന്നെയായാലും എത്ര പെർസെൻറ്റേജാണ് നമ്മൾ കണക്കിലെടുക്കേണ്ടത്? 8% കണക്കിലെടുക്കേണ്ടത്. അങ്ങനെ നോക്കുമ്പോൾ നിങ്ങൾക്ക് എത്ര കിട്ടുന്നുണ്ട്? നിങ്ങൾ എൻ്റെ ഒപ്പം തന്നെ ചെയ്തു പോവുക. അങ്ങനെ ചെയ്തു പോകുമ്പോൾ എത്ര വരുന്നുണ്ട് ടേബിൾ വെച്ച് നിങ്ങൾ അനലൈസ് ചെയ്യുക. അങ്ങനെ വരുമ്പോൾ നമുക്കിവിടെ വരുന്നത് 100 × 3.993. ഇൻട്രസ്റ്റിൻ്റെ പ്രസൻറ്റ് വാല്യൂ കാണാൻ വേണ്ടിയിട്ട് ഏത് ടേബിളാണ് നോക്കേണ്ടതെന്ന് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. എത്രാമത്തെ ടേബിളാണ്? സെക്കൻഡ് ടേബിൾ അല്ലേ? സെക്കൻഡ് ടേബിളാണ് നിങ്ങൾ നോക്കേണ്ടത്. അപ്പോൾ അവിടെ കൃത്യമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു വാല്യൂ അവിടെ കാണാം, 3.993 എന്നുള്ള വാല്യൂ അവിടെ കാണാം. ആൻഡ് ലൈക്ക് വൈസ് 1000 × 0.681 ആണ് വരുന്നത്, 0.681. സോ ദിസ് വിൽ ബി ഈക്വൽ ടു 399.3. And when it is multiplied with 1000, it will be 681.0. So the value is 1080.3.
സോ ദ വാല്യൂ ഓഫ് ദ ബോണ്ട് ഈസ് 1080.3. നിങ്ങളൊന്ന് അതൊന്ന് അനലൈസ് ചെയ്ത് നോക്കുക. അതായത് ഇപ്പോൾ ഫേസ് വാല്യൂ എത്രയായിരുന്നു? 1000 rupees ആയിരുന്നു. അതേസമയം ഇപ്പോഴത്തെ വാല്യൂ നോക്കി നോക്കിയാൽ ഇപ്പം നമ്മളതിൻ്റെ പ്രസൻറ്റ് വാല്യൂ ഇൻട്രസ്റ്റിനെയും കാൽക്കുലേറ്റ് ചെയ്തു. അറ്റ് ദ സെയിം ടൈം 5 കൊല്ലം കഴിഞ്ഞിട്ട് കിട്ടാൻ സാധ്യതയുള്ള നമ്മുടെ മെച്യൂരിറ്റി വാല്യൂവിൻ്റെയും പ്രസൻറ്റ് വാല്യൂ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു. ഇതൊക്കെ കൺസിഡർ ചെയ്ത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ നമുക്ക് എത്രയാണ് നമ്മളതിൻ്റെ വാല്യൂ കിട്ടിയിരിക്കുന്നത്? തീർച്ചയായിട്ടും അത് ഫേസ് വാല്യൂവിനേക്കാളും കൂടുതലാണ് അല്ലേ? ഫേസ് വാല്യൂവിനേക്കാളും കൂടുതലാണ്. അതായത് 1080.3 രൂപയാണ് അതിൻ്റെ പ്രസൻറ്റ് വാല്യൂ എന്ന് പറയുന്നത്. സോ നമ്മളോട് ഇവിടെ ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, നിങ്ങളത് ഒരു ഇൻവെസ്റ്ററെ സംബന്ധിച്ചിടത്തോളം, ഒരു സാധാരണക്കാരനായിട്ടുള്ള ഇൻവെസ്റ്ററെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ബോണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യണോ വേണ്ടയോ? ഒരു ബോണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യണോ വേണ്ടയോ? അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും ഇവിടെ നമ്മൾ എന്ത് ഒപ്പീനിയനാണ് പറയാം? നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാം. കാരണം നമ്മുടെ ഫേസ് വാല്യൂവിനേക്കാളും എന്ത് തന്നെയായാലും എമൗണ്ട് എന്ത് ചെയ്തിട്ടുണ്ട്? കൂടിയിട്ടുണ്ട് അല്ലേ? ഒരു 80 രൂപയുടെ വ്യത്യാസം, ഒരു അഡീഷൻ നമുക്ക് അവിടെ എന്ത് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്? കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. സോ തീർച്ചയായിട്ടും നമുക്ക് എന്ത് ചെയ്യാവുന്നതാണ്? എന്തിനെക്കുറിച്ച് പറയാവുന്നതാണ്? ആ ഇൻവെസ്റ്റർ നമ്മളോട് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇൻവെസ്റ്റ് ചെയ്തോളൂ, വലിയ കുഴപ്പമില്ല എന്നുള്ളത് നമുക്ക് പറയാം. ഇനി ചില സമയങ്ങളിൽ നമ്മളോട് കൃത്യമായിട്ട് പ്രോബ്ലത്തിൽ പറയും, അതായത് 1000 രൂപ ഫേസ് വാല്യൂ ഉള്ള ഷെയർ ഇപ്പോൾ നമുക്കത് 800 രൂപയ്ക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ഇപ്പോൾ ഈ പ്രോബ്ലത്തിൽ തൽക്കാലം അങ്ങനെയുള്ള ഇപ്പോഴത്തെ മാർക്കറ്റ് പ്രൈസ് എത്രയാണെന്നൊന്നും നമ്മളോട് പറഞ്ഞിട്ടൊന്നുമില്ല. അപ്പം അതുകൊണ്ട് അതുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്ത് നോക്കേണ്ട ആവശ്യമില്ല. ഇനി ശരിക്കും മാർക്കറ്റ് പ്രൈസ് തന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ മാർക്കറ്റ് പ്രൈസുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ മാർക്കറ്റ് പ്രൈസിനേക്കാളും കൂടുതലാണ് നമ്മൾ കണ്ടുപിടിക്കുന്ന വാല്യൂ എങ്കിൽ തീർച്ചയായിട്ടും നമുക്കതിൽ ഇൻവെസ്റ്റ് ചെയ്യാം എന്നുള്ളതാണ്. ഇവിടെ ഇപ്പോൾ ആ ഒരു ഇൻഫർമേഷൻ ഇല്ലാത്തത് കൊണ്ട് നമ്മൾ എന്തുമായിട്ട് കമ്പയർ ചെയ്തു? ഫേസ് വാല്യൂ ആയിട്ട് കമ്പയർ ചെയ്തു. ഫേസ് വാല്യൂവിനേക്കാളും എന്തിനായാലും ഒരു 80 റുപ്പീസിൻ്റെ ഒരു അഡീഷൻ വന്നതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാനായിട്ട് സാധിക്കും? അത് കുഴപ്പമില്ലാത്ത ഇൻവെസ്റ്റ്മെൻ്റ് ആണ് എന്നുള്ളത് നമുക്ക് പറയാനായിട്ട് സാധിക്കും. സോ പ്രോബ്ലം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. പ്രോബ്ലം ഓക്കെ അല്ലേ? സോ സിമ്പിളായിട്ടുള്ള പ്രോബ്ലമാണ്. ഇനി അവിടെ ഇലസ്ട്രേഷൻ നമ്പർ 7 ആൻഡ് ഇലസ്ട്രേഷൻ നമ്പർ 8 2 ഇലസ്ട്രേഷൻസ് അവിടെ കൊടുത്തിട്ടുണ്ട്. ഈ 2 ഇലസ്ട്രേഷൻസും നിങ്ങൾ എന്ത് ചെയ്ത് നോക്കേണ്ടതാണ്? ചെയ്ത് നോക്കേണ്ടതാണ്. നോക്കിയാൽ അതിൽ ഇലസ്ട്രേഷൻ നമ്പർ 7, compute the value of 10-year bond and face value of ₹1,000 with a coupon interest rate of 12% to be redeemed at par. The investor's required yield is 13%. നേരത്തെ നമ്മൾ പറഞ്ഞ അതേ പ്രോബ്ലത്തിൻ്റെ സ്വഭാവ സവിശേഷതകളുള്ള പ്രോബ്ലം തന്നെയാണ് ഇല്ലസ്ട്രേഷൻ നമ്പർ 7ഉം. നോക്കിയൊക്കെ അവിടെ എത്ര വർഷത്തെ ബോണ്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത്? 10-year ബോണ്ട്. 10-year ബോണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ അർത്ഥം? 10 വർഷത്തെ കാലാവധിയുള്ള, 10 വർഷത്തെ മെച്യൂരിറ്റി പീരീഡ് ഉള്ള ബോണ്ട് എന്നാണ് അതിൻ്റെ അർത്ഥം. ആൻഡ് ഫേസ് വാല്യൂ എത്രയാണ് തന്നിരിക്കുന്നത്? ഫേസ് വാല്യൂ ഓഫ് ₹1,000 റുപ്പീസാണ് അതിൻ്റെ ഫേസ് വാല്യൂ. ആൻഡ് വിത്ത് എ കൂപ്പൺ ഇൻട്രസ്റ്റ് റേറ്റ്. കൂപ്പൺ ഒന്നും കാണുമ്പോൾ പേടിച്ച് പോകരുത്. കൂപ്പൺ ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ബോണ്ടിൻ്റെ ഇൻട്രസ്റ്റ് അത്രയാണെന്നുള്ളതാണ് ആ പറയുന്നത്. കൂപ്പൺ ഇൻട്രസ്റ്റ് റേറ്റ് ഓഫ് 12% ആണ് അതിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ്. അങ്ങനെയാണെങ്കിൽ ഇൻട്രസ്റ്റ് എത്രയാണ്? ഇൻട്രസ്റ്റ് എത്രയായിരിക്കും? 1000 into 12/100, it will be 120 rupees. Okay, then and to be redeemed at par. To be redeemed at par means at parൽ redeem ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ അർത്ഥം? അത് കറക്റ്റായിട്ട് എത്രയായിരുന്നോ അതിൻ്റെ ഫേസ് വാല്യൂ, ആ ഫേസ് വാല്യൂവിൽ തന്നെയാണ് നമ്മൾ അതിനെ എന്ത് ചെയ്യുന്നത്? റിഡീം ചെയ്യുന്നത്. അപ്പോൾ മെച്യൂരിറ്റി പീരീഡ് കഴിയുന്ന സമയത്ത് 1000 രൂപയാണ് നമ്മൾ എന്ത് ചെയ്യുക? കൊടുക്കുക. കമ്പനി ആർക്ക് കൊടുക്കുന്നത്? ഇൻവെസ്റ്റർ കൊടുക്കും. ഇനി ഇൻവെസ്റ്റേഴ്സ് റിക്വയർഡ് yield is 13%. റിക്വയർഡ് yield എന്ന് പറയുന്നത് എത്ര പെർസെൻറ്റേജാണ്? 13%. അപ്പം നമ്മൾ നമ്മുടെ പ്രസൻറ്റ് വാല്യൂ ടേബിൾ നോക്കുന്ന സമയത്ത് ഏതൊക്കെ വാല്യൂസാണ് അവിടെ എടുക്കുക? 13% നമ്മൾ എടുക്കണം. എത്ര വർഷം നമ്മൾ എടുക്കുക? 10 വർഷം നമ്മൾ എടുക്കും. ഓക്കെ, മുകളിലെ 13%ഉം വർഷം എടുക്കുമ്പോൾ എത്ര വർഷം എടുക്കും? 10. ലെഫ്റ്റ് ഹാൻഡ് സൈഡിലാണ് വർഷം കൊടുത്തിരിക്കുന്നത്.
അങ്ങനെയൊന്ന് ചെയ്ത് നോക്കില്ലേ? ചെയ്തിട്ട് നോട്ട്ബുക്കിലേക്ക് എന്ത് ചെയ്യുക? എഴുതി വെക്കുക. അറ്റ് ദ സെയിം ടൈം ഇലസ്ട്രേഷൻ നമ്പർ 8 നോക്കൂ. ഇലസ്ട്രേഷൻ നമ്പർ 8 എന്താ കൊടുത്തിരിക്കുന്നത്? ഫ്രം ദ ഫോളോയിങ് ഡീറ്റെയിൽസ് കാൽക്കുലേറ്റ് ദ വാല്യൂ ഓഫ് ഡിബഞ്ചർ. ഡിബഞ്ചറുടെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുക. അതിലെന്തൊക്കെ കാര്യങ്ങൾ പറയുന്നുണ്ട്? ദശരത്ന ലിമിറ്റഡ്, നവരത്ന മാറി, പേരൊന്ന് മാറ്റി പരീക്ഷിച്ചതാണ്. ദശരത്ന ലിമിറ്റഡ് ഇഷ്യൂഡ് ഡിബഞ്ചേഴ്സ് ഓഫ് ദ ഫേസ് വാല്യൂ ഓഫ് 2000 rupees. ഫേസ് വാല്യൂ എത്രയാണ്? 2000 രൂപ. ആനുവൽ ഇൻട്രസ്റ്റ് പേയ്മെൻറ്റ് ആൻഡ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഈസ് 12%. ആനുവൽ ഇൻട്രസ്റ്റ് ആണ്, നമുക്ക് മനസ്സിലായി. ആനുവലി ആണ് നമ്മൾ ഇൻട്രസ്റ്റ് കൊടുക്കണമെന്ന് മനസ്സിലായി. അറ്റ് ദ സെയിം ടൈം അതിൻ്റെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് എത്ര ശതമാനമാണ്? 12% ആണ്. ആൻഡ് ദ മെച്യൂരിറ്റി പീരീഡ് ഈസ് 5 years. മെച്യൂരിറ്റി പീരീഡ് 5 കൊല്ലമാണ്. വാട്ട് വിൽ ബി ദ പ്രസൻറ്റ് വാല്യൂ ഓഫ് എ ഡിബഞ്ചർ? എത്രയായിരിക്കും അതിന്? ചിലപ്പോൾ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ പ്രസൻറ്റ് വാല്യൂ എന്ന് എടുത്ത് ചോദിക്കും, അല്ലെങ്കിൽ വെറുതെ വാല്യൂ ഓഫ് ഡിബഞ്ചർ അല്ലെങ്കിൽ വാല്യൂ ഓഫ് ബോണ്ട് എന്ന് മാത്രമേ ചോദിക്കുള്ളൂ. അപ്പോൾ എന്താണാവോ പ്രസൻറ്റ് വാല്യൂ എന്ന് ചോദിച്ചത്, എന്താണാവോ വാല്യൂ എന്ന് ചോദിച്ചത്, ഒന്നും ഒരു കൺഫ്യൂഷൻ വേണ്ട. രണ്ടായാലും സെയിം തന്നെയാണ്. പ്രസൻറ്റ് വാല്യൂ ആണ് നമ്മൾ ഇന്നത്തെ വാല്യൂ ആയിട്ട് എന്ത് ചെയ്യുന്നത്? പറയുന്നത്. അപ്പോൾ അതെന്തുകൊണ്ടാണ് അവിടെ പ്രസൻറ്റ് വാല്യൂ ചോദിച്ചത്, ഇവിടെ എന്താ വാല്യൂ എന്ന് മാത്രം ചോദിച്ചതെന്നൊന്നും ഒരിക്കലും കൺഫ്യൂഷൻ ഉണ്ടാവാൻ പാടില്ല. രണ്ടും സെയിം. ഇനി അവിടെ കുറച്ച് സിറ്റുവേഷൻസ് കൊടുത്തിട്ടുണ്ട് അല്ലേ? ഒന്നാമത്തെ സിറ്റുവേഷൻ, ഇഫ് ദ എക്സ്പെക്റ്റഡ് ഇൻട്രസ്റ്റ് റേറ്റ് ഓഫ് the investor is 15%. That is the first situation. Second one, if the expected interest rate of the investor is 8%. And third one is if the expected interest rate of the investor is 12%. So these are the three important situations. So നമ്മൾ ഓരോന്നിലും നമ്മൾ എന്ത് ചെയ്യണം നോക്കണം. 3 എണ്ണത്തിലും 3% ആണുള്ളത് അല്ലേ? ആദ്യത്തേൽ 15%, രണ്ടാമത്തേൽ 8%, മൂന്നാമത്തേൽ 12%. അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുക. എന്നിട്ട് ഇവിടെ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് ഫേസ് വാല്യൂ 2000 എന്ന് പറഞ്ഞിട്ടുണ്ട്, ഇൻട്രസ്റ്റ് റേറ്റ് 12% ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ 2000 × 12/100 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയായിരിക്കും? ഇൻട്രസ്റ്റ്? ഇറ്റ് വിൽ ബി 240 rupees അല്ലേ? 1000 rupees ആണെങ്കിൽ 12% ആണെങ്കിൽ എത്ര വരും? 120 രൂപ വരും. അങ്ങനെയാണെങ്കിൽ 2000 രൂപയിൽ അങ്ങനെ എത്ര വരും? 240 വരും. സോ ഇൻട്രസ്റ്റ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. ഒറ്റ വ്യത്യാസമേ ഉള്ളൂ, 3 സ്റ്റേജ് ആയിട്ട് നമ്മൾ അത് എന്ത് ചെയ്യണം? കാൽക്കുലേറ്റ്. ഒന്നാമത്തേൽ 15% കാൽക്കുലേറ്റ് ചെയ്യുക, രണ്ടാമത്തേൽ 8% കാൽക്കുലേറ്റ് ചെയ്യുക, മൂന്നാമത്തതിൽ 12% നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാം. ഓക്കെ. ഇനി അപ്പോൾ അതിൽ കുഴപ്പമൊന്നുമില്ല, നിങ്ങൾക്ക് ചെയ്യാവുന്ന പ്രോബ്ലമാണ്. നിങ്ങൾ നോട്ട്ബുക്കിൽ അത് ചെയ്തിടണം. അപ്പോൾ 7ാമത്തെ ഇലസ്ട്രേഷൻ ഞാൻ പറഞ്ഞു, 8ാമത്തെ ഇലസ്ട്രേഷൻ ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞു. ഇനി ഇലസ്ട്രേഷൻ നമ്പർ 9 ഒന്ന് നോക്കി നോക്കിയേ. അതിനൊരു ചെറിയൊരു പ്രത്യേകത, വളരെ ചെറിയൊരു പ്രത്യേകത അവിടെ കൊടുത്തിട്ടുണ്ട്. എന്ത് പ്രത്യേകതയാണ് കൊടുത്തിട്ടുള്ളത് നോക്കി നോക്കിയേ. മഹാരത്ന ലിമിറ്റഡ് ഇഷ്യൂഡ് ഡിബഞ്ചേഴ്സ് ഓഫ് ദ ഫേസ് വാല്യൂ ഓഫ് ₹1000 and annual interest rate is 12%. The debentures are payable at a premium of 10% after 8 years and the required rate of return of the investor is 16% per annum. Calculate the value of the debenture. നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഡിബഞ്ചറിൻ്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാണ്. ഈ ഒരു പ്രോബ്ലത്തിൽ നമ്മളൊരു ചെറിയൊരു വ്യത്യാസം മാത്രമേ കാണുന്നുള്ളൂ. റിഡംഷൻ ഈസ് ഡൺ അറ്റ് പ്രീമിയത്തിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? റിഡംഷൻ നമ്മൾ നടത്തുന്നത്. ഇപ്പം നമ്മൾ ഇത്രയും 3-4 പ്രോബ്ലംസ് നമ്മൾ വർക്കൗട്ട് ചെയ്തതിൽ എല്ലാം റിഡംഷനെ കുറിച്ച് ഒന്നും തന്നെ ആ പ്രോബ്ലത്തിലൊന്നും പറഞ്ഞിട്ടില്ലാത്തത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്തു? അതിൻ്റെ ഫേസ് വാല്യൂവിൽ തന്നെയാണ് റിഡീം ചെയ്തത് എന്നുള്ളൊരു നിഗമനം. ഒരു പ്രോബ്ലത്തിൽ മാത്രം പറഞ്ഞു റിഡംഷൻ ഈസ് ഡൺ അറ്റ് പാർ എന്നുള്ളത് നമ്മളോട് പറഞ്ഞു. പാർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം എന്താണെന്നുള്ളത്. ഫേസ് വാല്യൂ തന്നെ തിരിച്ചു കൊടുക്കുന്ന സമയത്ത്, അതായത് ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് 1000 രൂപ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തു. ആ റിഡംഷൻ നടക്കുന്ന സമയത്ത് കമ്പനി എന്ത് ചെയ്യണം? ഇൻവെസ്റ്റർക്ക് 1000 രൂപ തന്നെ തിരിച്ചു കൊടുക്കുക. അങ്ങനെയാണെങ്കിൽ ആ ഒരു റിഡംഷനെ വിളിക്കുന്ന പേരാണെന്ത്? റിഡംഷൻ അറ്റ് പാർ. ഇനി അതേസമയം ഇവിടെ പറയുന്നത് എന്താ? റിഡംഷൻ ഈസ് ഡൺ അറ്റ് പ്രീമിയം. ആ പ്രീമിയം എത്രത്തോളം പ്രീമിയം കൊടുക്കുന്നുണ്ട് എന്നുള്ളതും അവിടെ വ്യക്തമായിട്ട് നമ്മളോട് പറയുന്നുണ്ട്. അത് എത്രത്തോളം പ്രീമിയം കൊടുക്കണേ? 10% പ്രീമിയമാണ് കൊടുക്കണം. അങ്ങനെയാണെങ്കിൽ മെച്യൂരിറ്റി വാല്യൂ നമ്മൾ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് വളരെ എളുപ്പമല്ലേ? എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുക? ഫേസ് വാല്യൂ നമുക്ക് തന്നിട്ടുണ്ട്. എത്ര രൂപയാണത്? 1000 rupees. ഫേസ് വാല്യൂ ഈസ്
1000 rupees. The redemption is going to be done at a premium of 10%. So we should find out 10% of 1000 rupees, and it will be 100 rupees. So the maturity value will be 1000 plus 100. So it will be 1100 rupees. ഓക്കെ, അപ്പോൾ അത് പ്രോബ്ലത്തിൽ തന്നിരിക്കുന്ന ഓരോ ഭാഗവും കൃത്യമായിട്ട് ശ്രദ്ധിച്ചെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ആ പ്രോബ്ലം കൃത്യമായിട്ട് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, കാൽക്കുലേറ്റ് ചെയ്യാൻ സാധിക്കുള്ളൂ. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്ന 10% പ്രീമിയം, ആ ഒരു ചെറിയൊരു വ്യത്യാസം മാത്രമേ അവിടെ ഉള്ളൂ എന്നുള്ളതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ മഹാരത്ന ലിമിറ്റഡ് ഇഷ്യൂ ഡിബഞ്ചേഴ്സ് ഫേസ് വാല്യൂ 1000, ആനുവൽ ഇൻട്രസ്റ്റ് റേറ്റ് ഈസ് 12%. സോ ഇൻട്രസ്റ്റിൻ്റെ എമൗണ്ട് എത്രയായിരിക്കും മനസ്സിലാക്കുക. അവിടെ 1100 നമ്മൾ എന്ത് കാൽക്കുലേറ്റ് ചെയ്യുക, ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുക. എത്രയല്ല കാൽക്കുലേറ്റ് ചെയ്യുക, 1000 കാൽക്കുലേറ്റ് ചെയ്യുക. സോ 1000 × 12/100 ഇറ്റ് വിൽ ബി 120 rupees അല്ലേ. 120 rupees ആണ് നമുക്ക് എന്ത് വരുന്നത്, ഇൻട്രസ്റ്റ് വരുന്നത്. സോ പിന്നെ നമ്മളോട് പറഞ്ഞിട്ടുള്ളത് പ്രീമിയം ഓഫ് 10% ആഫ്റ്റർ 80 years, റിഡംഷൻ അറ്റ് പ്രീമിയം എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഓൾറെഡി അതിൻ്റെ എമൗണ്ട് കാൽക്കുലേറ്റ് ചെയ്തു, മെച്യൂരിറ്റി വാല്യൂൻ്റെ എമൗണ്ട് കാൽക്കുലേറ്റ് ചെയ്തു. ആൻഡ് ഇറ്റ് വിൽ ബി 1100 rupees. And the required rate of return, capitalization rate എന്ന് പറയുന്നതിന് പകരം നോക്കി നോക്കിയ പ്രോബ്ലത്തിൽ എന്താ പറഞ്ഞിരിക്കണേന്ന്, the required rate of return of the investor is 16% per annum. കണ്ടോ, ക്യാപിറ്റലൈസേഷൻ റേറ്റ് എന്നല്ല പറഞ്ഞിരിക്കണേ, അതിന് പകരം എന്നാ പറഞ്ഞിരിക്കണേ, റിക്വയർഡ് റേറ്റ് ഓഫ് റിട്ടേൺ എന്നാണ്. രണ്ടായാലും സെയിം തന്നെയാണ് എന്നുള്ളത് മനസ്സിലാക്കണം. ഓക്കെ, ക്യാപിറ്റലൈസേഷൻ റേറ്റ് എന്ന് പറയുന്നതും റിക്വയർഡ് റേറ്റ് ഓഫ് റിട്ടേൺ എന്ന് പറയുന്നതും ഇറ്റ് ഈസ് എ സെയിം തിങ്. സോ ഇവിടെ KD എന്ന് പറയുന്ന സംഭവം എത്രയാണ്, 16% ആണ്. കാൽക്കുലേറ്റ് ദ വാല്യൂ ഓഫ് ഡിബഞ്ചർ. അപ്പോൾ ആനുവിറ്റി ടേബിൾ നോക്കുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം, നമ്പർ ഓഫ് ഇയേഴ്സ് എടുക്കുമ്പോൾ നമ്പർ ഓഫ് ഇയേഴ്സ് എടുക്കുന്ന സമയത്ത് 8 years ആണ് എടുക്കേണ്ടത്. കാരണം മെച്യൂരിറ്റി ഇയർ എന്ന് പറയുന്നത് 8 years ആണ്. 8 years എടുക്കണം. ആൻഡ് അതിൻ്റെ ക്യാപിറ്റലൈസേഷൻ റേറ്റ് എത്ര എടുക്കുക, 16% ആണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, എടുക്കേണ്ടത്. എന്നിട്ടാണ് നമ്മൾ എന്ത് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്, അതിൻ്റെ ഡിസ്കൗണ്ടിങ് ഫാക്ടർ കാൽക്കുലേറ്റ് ചെയ്തിട്ട് മൾട്ടിപ്ലിക്കേഷൻ സെയിം. ഇനി അത് വീണ്ടും ആവർത്തിക്കുന്നില്ല. സെയിം ഇൻട്രസ്റ്റിനെ അതിൻ്റെ പ്രസൻറ്റ് വാല്യൂ ടേബിളിലേക്ക് നോക്കുക. ഇൻട്രസ്റ്റിൻ്റെ പ്രസൻറ്റ് വാല്യൂ ടേബിൾ എത്രാമത്തെ ടേബിളാണ്, രണ്ടാമത്തെ ടേബിൾ. ഒരിക്കലും തെറ്റിപ്പോകരുത്, രണ്ടാമത്തെ ടേബിൾ. അതിൻ്റെ മുകളിൽ എന്താ എഴുതിയിരിക്കണേ, പ്രസൻറ്റ് വാല്യൂ ഓഫ് ₹1 റിസീവ്ഡ് ആനുവലി എന്നുള്ള വാക്ക് അവിടെ എഴുതിയിട്ടുണ്ട്. ആ ഒരു സെൻറ്റൻസാണ് അവിടെ എഴുതിയിരിക്കുന്നത്. സോ അതൊരിക്കലും തെറ്റിപ്പോകരുത്. നമ്മളിവിടെ ആനുവലി റിസീവ് ചെയ്യുന്നത് ഏതാ, ഇൻട്രസ്റ്റ് ആണോ മെച്യൂരിറ്റി വാല്യൂ ആണോ, ഇൻട്രസ്റ്റ് ആണ്. യാതൊരു സംശയമില്ല, ഇൻട്രസ്റ്റ് ആണ് നമുക്ക് ആനുവലി കിട്ടുന്നത്. സോ ആനുവലി കിട്ടുന്ന ആ എമൗണ്ടിനെ നമ്മൾ ആ ടേബിൾ തന്നെയല്ലേ നോക്കേണ്ടത്, രണ്ടാമത്തെ ടേബിളാണ് നോക്കേണ്ടത്. അതേസമയം ഒന്നാമത്തെ ടേബിളിൻ്റെ ഹെഡിങ് എന്താ കൊടുത്തിട്ടുള്ളൂ, ആനുവിറ്റി ടേബിൾ എന്ന് മാത്രമേ കൊടുത്തിട്ടുള്ളൂ അല്ലേ. സോ ആ ആനുവിറ്റി ടേബിൾ എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്, മെച്യൂരിറ്റി വാല്യൂവിനുള്ളതാണ്. സോ ശ്രദ്ധിക്കണം, അതൊരിക്കലും അങ്ങോട്ടും ഇങ്ങോട്ടും മിസ്റ്റേക്ക് വരാനായിട്ട് പാടില്ല. ആർക്കെങ്കിലും കൺഫ്യൂഷനോ എന്തെങ്കിലും സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്കത് നോക്കാനായിട്ട് അറിയുന്നില്ല, ഒന്നും കൂടി ഒന്ന് പറഞ്ഞു തരണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഡ്യൂറിങ് അവർ ഇൻട്രാക്ഷൻ സെഷൻ നമുക്കത് എന്ത് ചെയ്യാവുന്നതാണ്. നമുക്കത് ശ്രദ്ധിക്കുക. സോ അപ്പോൾ ഈ ഒരു പ്രോബ്ലത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് മനസ്സിലായല്ലോ. മെച്യൂരിറ്റി വാല്യൂവിൽ മാത്രമാണ് ആ ഒരു വ്യത്യാസം വരുള്ളൂ. അപ്പോൾ മെച്യൂരിറ്റി വാല്യൂ നമ്മൾ എടുക്കുന്ന സമയത്ത് നോക്കിയേ, നമ്മളിവിടെ എങ്ങനെ എടുക്കുക, നമ്മൾ ഇൻട്രസ്റ്റ് നമ്മളിവിടെ കാൽക്കുലേറ്റ് ചെയ്തു. അത് എത്ര രൂപയായിരുന്നു, 120 rupees ആയിരുന്നു. 120 rupeesൻ്റെ അതിൻ്റെ ഡിസ്കൗണ്ടിങ് ഫാക്ടറായിട്ട് എന്ത് ചെയ്യുക, മൾട്ടിപ്ലൈ ചെയ്യുക. അറ്റ് ദി സെയിം ടൈം മെച്യൂരിറ്റി വാല്യൂ എടുക്കുമ്പോഴാണ് ഇവിടെ ശ്രദ്ധിക്കേണ്ടത്. അത് എത്രയാണ് വരിക, 1100 rupees ആണ് വരിക. അവിടെ ഇയേഴ്സിന് വ്യത്യാസമില്ല, ക്യാപിറ്റലൈസേഷൻ റേറ്റിന് വ്യത്യാസമില്ല. ഇയേഴ്സ് 8 years ആണ് വരിക, ക്യാപിറ്റലൈസേഷൻ റേറ്റ് 16% തന്നെയാണ് വരിക. അങ്ങനെ എടുക്കുന്ന സമയത്ത് 120 rupeesൻ്റെ അവിടെ കൊടുത്തിട്ടുണ്ട് 4.344 ആണ് വരിക, 4.344. ആൻഡ് 1100 rupeesന് 0.305. ഓക്കെ, ഇങ്ങനെയാണ് വരുന്നത്. സോ അത് മൾട്ടിപ്ലൈ ചെയ്യുക. അങ്ങനെ മൾട്ടിപ്ലൈ
ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന എമൗണ്ട് എന്ന് പറയുന്നത് 521.28 പ്ലസ് it will be 335.50 and we will get the amount as 856.78. So this will be the value of debenture. ഇതാണ് ഡിബഞ്ചറിൻ്റെ എന്തെന്ന് പറയുന്നത്, വാല്യൂ എന്ന് പറയുന്നത്. നിങ്ങളൊന്ന് നോക്കി നോക്കിയേ. യഥാർത്ഥത്തിലുള്ള വില 856 രൂപയാണ്. പ്രീമിയത്തിലാണ് നമ്മൾ റിഡീം ചെയ്തിരിക്കുന്നത്. ഈവൺ അതിൻ്റെ പ്രസൻറ്റ് വാല്യൂ 800s എന്ത് ചെയ്യുന്നത് കിടക്കുന്നത്. സോ ഇൻവെസ്റ്ററെ സംബന്ധിച്ചിടത്തോളം അത്ര വലിയ ലാഭകരമായിട്ടുള്ളൊരു ഇൻവെസ്റ്റ്മെൻ്റ് ആണ് എന്ന് നമുക്കൊരിക്കലും എന്ത് ചെയ്യാനായിട്ട് സാധിക്കില്ല, പറയാനായിട്ട് സാധിക്കില്ല. സോ ഇത്രയും പ്രോബ്ലംസാണ് നമ്മളിപ്പോൾ നമ്മുടെ ആദ്യത്തെ സിറ്റുവേഷനാണ് ഇപ്പോൾ നമ്മൾ പഠിച്ചത്. വെൻ ഇൻട്രസ്റ്റ് ഈസ് പെയ്ഡ് ആനുവലി. ഇനി നമുക്ക് നോക്കേണ്ടത് രണ്ടാമത്തെ സിറ്റുവേഷനാണ്. ദാറ്റ് ഈസ് വെൻ ഇൻട്രസ്റ്റ് ഈസ് പെയ്ഡ് സെമി ആനുവലി ആണെങ്കിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് അവിടെ ചെയ്യേണ്ടി വരിക എന്നുള്ളതാണ് അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. സെമി ആനുവലി ആണെങ്കിൽ നമുക്കറിയാം ഒരു വർഷം തന്നെ, ഇപ്പോൾ ഒരു വർഷത്തിൽ നമ്മൾ ഒരു 6% ഇൻട്രസ്റ്റ് ആണ് നമ്മൾ കൊടുക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും സെമി ആനുവലി ആണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം അതിൻ്റെ നേരെ ഇരട്ടി. ഒരു വർഷത്തിൽ 12 മാസമുണ്ട്. അതേസമയം 12 തവണയല്ല നമ്മൾ ഇൻട്രസ്റ്റ് കൊടുക്കുക. എത്ര തവണ കൊടുക്കും? 24 തവണ നമ്മൾ ഇൻട്രസ്റ്റ് കൊടുക്കും. നേരെ ഇരട്ടി കൊടുക്കും അല്ലേ? അപ്പോൾ 6% ആണ് പറയുന്നതെങ്കിലും അതിനെ ആനുവലി ആക്കി മാറ്റാൻ വേണ്ടി നമ്മൾ അതിൻ്റെ നേരെ ഇരട്ടി ഒരു പെർസെൻറ്റേജ് നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? കാണേണ്ടി വരും. ഓക്കെ, അപ്പോൾ അത് വളരെ കാര്യമായിട്ട് നമ്മൾ ശ്രദ്ധിക്കണം. അതോടൊപ്പം തന്നെ ക്യാപിറ്റലൈസേഷൻ റേറ്റ് നോക്കുന്ന സമയത്ത് അതിനെ നമ്മൾ ഹാഫ് ചെയ്യേണ്ടി വരും. ഓക്കെ, അപ്പം അങ്ങനെ കുറച്ച് ബേസിക് ആയിട്ടുള്ള അസംഷൻസ് നടത്തിയിട്ട് വേണം നമ്മൾ ഈ ഒരു സെമി ആനുവൽ ഇൻട്രസ്റ്റിൻ്റെ കേസിൽ. നമ്മളിപ്പോൾ ചിലപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ വരുന്ന ക്വസ്റ്റ്യൻസിൽ അങ്ങനെ ഉണ്ടാവും, ഇൻട്രസ്റ്റ് കൊടുക്കുന്നത് സെമി ആനുവലി ആണ് എന്നുണ്ടെങ്കിൽ. പക്ഷേ ബാക്കിയുള്ള ഇൻഫർമേഷൻസൊക്കെ നമുക്ക് തരുന്നത് ജസ്റ്റ് ലൈക്ക് നമ്മൾ നേരത്തെ കണ്ട പ്രോബ്ലത്തിൻ്റെ പോലെയുള്ള, അതായത് അതിൻ്റെ ഫേസ് വാല്യൂ, അതിൻ്റെ മെച്യൂരിറ്റി വാല്യൂ, അതിൻ്റെ ക്യാപിറ്റലൈസേഷൻ റേറ്റ്, ഇതൊക്കെ സെയിം ആയിട്ട് തരുള്ളൂ. ഈ സെമി ആനുവലി എന്നുള്ളൊരു വാക്ക് മാത്രമാണ് അവിടെ ഡിഫറെൻ്റ് ആയിട്ട് വരുള്ളൂ. പക്ഷേ അതൊരു വലിയൊരു ഡിഫറൻസ് ആണ് എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യേണ്ടതുണ്ട്? മനസ്സിലാക്കേണ്ടതുണ്ട്. അതിനനുസരിച്ച് നമ്മൾ പ്രോബ്ലം വർക്കൗട്ട് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ അതിന് വേണ്ടി എടുക്കേണ്ട ബേസിക് സ്റ്റെപ്സ് എന്തെങ്കിലും പ്രധാനമായും 3 ബേസിക് സ്റ്റെപ്പുകളാണ് നമ്മൾ അവിടെ എടുക്കുന്നത്. 3 പ്രധാനപ്പെട്ട ബേസിക് സ്റ്റെപ്പുകളാണ് നമ്മളവിടെ എടുക്കുന്നത്. അതിൽ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് the annual interest rate must be divided by 2. So that is the first step. Annual interest rate, നമ്മൾക്ക് പ്രോബ്ലത്തിൽ ഇൻട്രസ്റ്റ് റേറ്റ് തന്നിട്ടുണ്ടാവും. ആ ഇൻട്രസ്റ്റ് റേറ്റിന് should be divided by 2. Interest rate should be divided by 2. And the next one is that the number of years to maturity must be multiplied by 2. നേരത്തെ ഞാൻ പറഞ്ഞില്ലേ 12 മാസമേ ഉള്ളൂ, പക്ഷേ 24 മാസത്തെ അല്ലെങ്കിൽ 24 ടേമിൽ നമ്മൾ എന്ത് കൊടുക്കുന്നുണ്ട്? ഇൻട്രസ്റ്റ് സെമി ആനുവലിയാണ് കൊടുക്കുന്നത്. സെമി ആനുവലി എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് വർഷത്തിൽ 2 പ്രാവശ്യം നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? കൊടുക്കുന്നുണ്ട്. സോ ആ മെച്യൂരിറ്റി വർഷങ്ങളെ നമുക്കിപ്പോൾ 5 വർഷമാണ് മെച്യൂരിറ്റി ഇത് തന്നിട്ടുള്ളതെങ്കിൽ ഈ 5 വർഷത്തിന് നേരെ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? ഡബിള് ചെയ്യേണ്ടി വരും. നേരെ ഡബിൾ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നേരെ 10 കൊല്ലത്തെ ഇത് നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും. അതുകൊണ്ടാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് the number of years or the maturity years should be multiplied by 2. And the third one is that the discount rate has to be divided by 2. ഡിസ്കൗണ്ടിങ് റേറ്റ് സെമി ആനുവലി ആണ് നമ്മൾ കൊടുക്കുന്നതെങ്കിൽ ഡിസ്കൗണ്ടിങ് റേറ്റിനെ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? ഇറ്റ് ഷുഡ് ബി ഡിവൈഡഡ് ബൈ 2. സോ ദീസ് ആർ ദ 3 ഇമ്പോർട്ടൻറ്റ് ബേസിക് സ്റ്റെപ്പ്. ഈ ബേസിക് സ്റ്റെപ്സ് എടുത്തു കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ പഴയ പോലെ തന്നെയായി, പഴയ പടി നമുക്ക് എന്ത് ചെയ്യാനും സാധിക്കും? കാര്യങ്ങൾ ചെയ്യാനും സാധിക്കും. പക്ഷേ ഈ 3 സ്റ്റെപ്പ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമ്മൾക്ക് കിട്ടുന്ന ആൻസർ ഇറ്റ് വിൽ ബി എ റോങ് ആൻസർ.
Okay, so these are the three important basic steps you have to see. The first one is that the annual interest payment, it must be divided by 2. ആനുവൽ ഇൻട്രസ്റ്റ് എത്രയാണോ നമുക്ക് കിട്ടുന്നത്, ആനുവൽ ഇൻട്രസ്റ്റിൻ്റെ എമൗണ്ടിനെ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, 2 ആയിട്ട് ഡിവൈഡ് ചെയ്ത്. ഇപ്പോൾ ടേമിൽ ഒരു വർഷത്തേക്ക് 1000 രൂപ കിട്ടുന്നു, അങ്ങനെയാണെങ്കിൽ ആ വർഷത്തിൽ എത്ര പ്രാവശ്യം ഇൻട്രസ്റ്റ് കിട്ടുന്നുണ്ട്, 2 പ്രാവശ്യം ഇൻട്രസ്റ്റ് കിട്ടുന്നുണ്ട്. ഓരോ പ്രാവശ്യത്തെ ഇൻട്രസ്റ്റ് റേറ്റ് എത്രയായിരിക്കും, 500 രൂപയായിരിക്കും ഇൻട്രസ്റ്റ്. ആൻഡ് നെക്സ്റ്റ് വൺ, നമ്പർ ഓഫ് ഇയേഴ്സ് എന്ത് ചെയ്യണം, മൾട്ടിപ്ലൈ ചെയ്യണം. നമ്പർ ഓഫ് ഇയേഴ്സ് 5 കൊല്ലമാണ് മെച്യൂരിറ്റി ഇയേഴ്സ് തന്നിരിക്കണമെങ്കിൽ അതിനെ നമ്മൾ എന്ത് ചെയ്യണം, മൾട്ടിപ്ലൈ ചെയ്യണം. മൾട്ടിപ്ലൈ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ആൻഡ് നെക്സ്റ്റ് വൺ, ഡിസ്കൗണ്ടിങ് റേറ്റിന് എന്ത് ചെയ്യണം, നമ്മൾ ഒരു വർഷത്തെ അല്ല നമ്മൾ കാണുന്നത്, അര വർഷത്തെയാണ് കാണുന്നത്. സോ അതിനെന്ത് ചെയ്യേണ്ടി വരും, ഷുഡ് ബി ഡിവൈഡഡ് ബൈ 2. So these are the 3 important techniques or 3 important basic steps we have to do or we have to complete before going to the formula. ഫോർമുലയിൽ യാതൊരു വ്യത്യാസമില്ല, നേരത്തെ നമ്മൾ കണ്ട അതേ ഫോർമുല തന്നെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, യൂസ് ചെയ്യുന്നത്. സോ അത് ശ്രദ്ധിക്കുക. ആൻഡ് ഇൻ യുവർ ടെക്സ്റ്റ് ബുക്ക് ദർ ഇസ് എ പ്രോബ്ലം നമ്പർ ഓർ ഇല്ലസ്ട്രേഷൻ നമ്പർ 10. നമ്പർ 10 അവിടെ ഇല്ലസ്ട്രേഷനായിട്ട് കൊടുത്തിട്ടുണ്ട്, നോക്കുക. ഫ്രം ദി ഫോളോയിങ് പർട്ടിക്കുലേഴ്സ് കാൽക്കുലേറ്റ് ദ പ്രസൻറ്റ് വാല്യൂ ഓഫ് ദ ഡിബഞ്ചറിൻ്റെ പ്രസൻറ്റ് വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുക. ഫേസ് വാല്യൂ ഓഫ് ദി ഡിബഞ്ചർ ഈസ് 5000 rupees. ആനുവൽ ഇൻട്രസ്റ്റ് റേറ്റ് ഈസ് 10%. Interest rate is payable. Interest is payable half yearly. Required rate of return of the investor is 12%. And the maturity period of the debenture is 6 years. ഈ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ആ പ്രോബ്ലത്തിൽ ഇല്ലസ്ട്രേഷൻ 10 തന്നിരിക്കുന്നത്. ഫേസ് വാല്യൂ ഓഫ് ദ ഡിബഞ്ചർ ഈസ് 5000 rupees. നമുക്ക് അതിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്താനുണ്ടോ? ഒരു മാറ്റം വരുത്താനില്ല, കാരണം ഫേസ് വാല്യൂ ഈസ് ഓൾവേസ് ഫേസ് വാല്യൂ. അതിന് ഡബിൾ ചെയ്യാനും പോകണ്ട, അതിനെ ഹാഫ് ആക്കാനും പോകണ്ട, അത് സെയിം ആയിട്ട് അവിടെ നിൽക്കണം. ആൻഡ് നെക്സ്റ്റ് വൺ ഈസ് അവർ ആനുവൽ ഇൻട്രസ്റ്റ് റേറ്റ് ഈസ് 10%. ആനുവൽ ഇൻട്രസ്റ്റ് റേറ്റ് എത്രയാണ്, 10% ആണ്. എന്താ ചെയ്യേണ്ടത്, നമ്മളത് ആനുവൽ ഇൻട്രസ്റ്റ് റേറ്റ് നമ്മൾ കണ്ടുപിടിക്കണം. എത്രയാണ് എമൗണ്ട് എന്ന് നമ്മൾ കണ്ടുപിടിക്കണം. എത്ര എമൗണ്ട് വരിക, ഇൻട്രസ്റ്റിൻ്റെ എമൗണ്ട് ഇവിടെ എത്രയാണ് വരിക, 5000 into 10/100 we will get 500 rupees. ഈ 500 rupeesനെ എന്ത് ചെയ്യണം, നമ്മൾ ഷുഡ് ബി ഡിവൈഡഡ് ബൈ 2. അതിനെ 2 കൊണ്ട് നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, ഡിവൈഡ് ചെയ്യേണ്ടി വരും. അങ്ങനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 250 രൂപയാണ് എന്ത് ചെയ്യുക, കിട്ടുക. സോ ദാറ്റ് ഈസ് അവർ ഫസ്റ്റ് സ്റ്റെപ്പ്. അതാണ് നമ്മൾ ആദ്യത്തെ സ്റ്റെപ്പ് എന്ത് ചെയ്തത് 500 രൂപയായിരുന്നു നമ്മുടെ ഇൻട്രസ്റ്റ്. പക്ഷേ 500 രൂപ നമുക്കിവിടെ കണക്കിലെടുക്കാനായിട്ട് സാധിക്കില്ല, അത് ആനുവൽ ഇൻട്രസ്റ്റ് ആണ്. അതിന് നമ്മൾ എന്ത് ചെയ്യണം, ഷുഡ് ബി ഡിവൈഡഡ് ബൈ 2. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, സെമി ആനുവൽ ഇൻട്രസ്റ്റ് നമുക്ക് കിട്ടും. അത് എത്ര രൂപയാണ്, 250 രൂപയാണ്. ആൻഡ് നെക്സ്റ്റ് നമുക്ക് തന്നിരിക്കുന്ന ഇൻഫർമേഷൻ, ഇൻട്രസ്റ്റ് ഈസ് പേയബിൾ ഹാഫ് ഇയർലി. ആൻഡ് നെക്സ്റ്റ് വൺ, റിക്വയർഡ് റേറ്റ് ഓഫ് റിട്ടേൺ ഓഫ് ദ ഇൻവെസ്റ്റർ ഈസ് 12%. ഇതിലെന്തെങ്കിലും മാറ്റം വരുത്തണം അല്ലേ. നമ്മൾ എന്താ കണ്ടത്, റിക്വയർഡ് റേറ്റ് ഓഫ് റിട്ടേൺ, അതായത് ക്യാപിറ്റലൈസേഷൻ റിട്ടേണിനെ എന്ത് ചെയ്യണം എന്ന് നമ്മൾ പറഞ്ഞു, ഷുഡ് ബി ഡിവൈഡഡ് ബൈ 2. ക്യാപിറ്റലൈസേഷൻ റേറ്റ് ഇവിടെ തന്നിരിക്കുന്നത് 12% ആണ്. ഈ 12%നെ നമ്മൾ എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യേണ്ടി വരും, 2 കൊണ്ട് ഡിവൈഡ് ചെയ്യേണ്ടി വരും. സോ our actual capitalization rate will be 6%. 12 divided by 2 we will get 6%. And next maturity period of the debenture is 6 years. Maturity period എന്ന് പറയുന്നത് 6 years ആണ്. ഓക്കെ, അപ്പോൾ ഇതിൽ നിന്നും 6 ഇയേഴ്സിന് എന്തെങ്കിലും മാറ്റം വരുത്തണം, കാരണം ഇറ്റ് ഷുഡ് ബി ഡബിൾ ചെയ്യണം. നമ്മളതിനെ ഇറ്റ് ഷുഡ് ബി മൾട്ടിപ്ലൈഡ് വിത്ത് 2. ദെൻ നമുക്ക് കിട്ടുന്നത് 6 into 2 12 ഇയേഴ്സ് ആയിരിക്കും. സോ ദീസ് ആർ ദ ബേസിക് 3 മാറ്റങ്ങൾ നമ്മൾ എന്ത് ചെയ്തു, വരുത്തിയിട്ട് നമുക്ക് അതിൻ്റെ കാൽക്കുലേഷൻ ചെയ്യണം. കാൽക്കുലേഷൻ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചെയ്യാം. ഓക്കെ, താങ്ക് യു.